ബിനിൽ നേരത്തെ പറഞ്ഞു വന്നത് ഈ ഭരണവിരുദ്ധ വികാരം എന്നത് അപ്രസക്തമാക്കുന്ന തരത്തിലുള്ള ഒരു ജനവിധി അങ്ങനെ തന്നെ വേണ്ടേ വിലയിരുത്താൻ ചേലക്കരയിലെ UR പ്രദീപിന്റെ വിജയത്തെ? ലക്ഷ്മി, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. തുടക്കം മുതൽ പ്രതിപക്ഷം ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആരോപണം ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്, അത് തങ്ങൾക്ക് അനുകൂലമായി വന്ന് മിന്നുന്ന വിജയം ഉണ്ടാകുമെന്നായിരുന്നു രമ്യ ഹരിദാസ് അടക്കമുള്ള ആളുകൾ പറഞ്ഞത്. മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് ക്യാമ്പ് ചെയ്തു പ്രവർത്തിക്കുന്നു, പ്രധാന പ്രചരണ ആയുധത്തിൽ അതും ഉണ്ടായിരുന്നു താനും. പക്ഷേ അങ്ങനെയൊന്നില്ല എന്ന് തെളിയിക്കുകയാണ് LDF ഇവിടെ ചെയ്തിട്ടുള്ളത്. 12,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നേരത്തെ ഒരു അനുമാനം വന്നത് പ്രതിപക്ഷ നേതാക്കളടക്കം അവിടെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം പറഞ്ഞത് ഇപ്പോൾ LDF ജയിച്ചാൽ തന്നെ അവർ വലിയ രീതിയിൽ വീർത്തു മാത്രമേ ജയിക്കാൻ കഴിയുകയുള്ളൂ, നിസ്സാരമായൊരു ഭൂരിപക്ഷമായിരിക്കും UR പ്രദീപിന് LDF ഉണ്ടാവുക എന്നുള്ളതാണ് ചില നേതാക്കൾ അവരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. പക്ഷേ അതൊന്നുമല്ല, അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടേ ഇല്ല എന്നാണ് LDF പറയുന്നത്. അതിന് തെളിവായി ചൂണ്ടിക്കാണിക്കുകയാണ് ഈ മിന്നുന്ന വിജയം. 12,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് LDF വിജയിച്ചത്. പക്ഷേ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു മിന്നുന്ന വിജയമാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി പരിശോധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ ഒരു വോട്ട് ചോർച്ച LDF-ന് ഉണ്ടായിട്ടുണ്ട്. പോൾ ചെയ്യപ്പെടാതെ പോയ വോട്ടുകളുണ്ട്. പക്ഷേ അപ്പോൾ തന്നെ BJP-ക്കും UDF-നും വോട്ടുകൾ കൂടിയിട്ടുണ്ട്. അതായത് UDF-ന് കൂടിയത് 8,000-ലധികം വോട്ടുകളാണ്, BJP വർദ്ധിപ്പിച്ചത് 9,000-ലധികം. തുടക്കം മുതൽ നമ്മൾ പറയുന്നുണ്ട്, ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും BJP കൃത്യമായി അവരുടെ വോട്ട് ഉയർത്തി കൊണ്ടുവരുന്നത്. ഇത്തവണ തന്നെ തിരുവല്ലോമല സ്വദേശിയായ K. ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയാക്കി അത്തരത്തിലൊരു നീക്കത്തിനാണ് ശ്രമം നടത്തിയത്. കാരണം തിരുവല്ലോമല അവർക്ക് വലിയ സ്വാധീനമുള്ള മേഖലയാണ്, അവിടെ വോട്ട് വർധന ഉണ്ടാകുമെന്ന് BJP നേരത്തെ കണക്ക് കൂട്ടുകയും ചെയ്തതാണ്. പക്ഷെ ആ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വരികയും ചെയ്തു. ഏകദേശം ഇപ്പോൾ തിരുവല്ലോമലയിലെ വോട്ട്, ആ പഞ്ചായത്തിലെ വോട്ടിൽ പരിശോധിച്ചാൽ അവിടെ UDF 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടായി. അത് UDF-ന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതടക്കം പരിശോധനയിൽ വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വലിയ വിജയമാണ് UR പ്രദീപിന് ഉണ്ടായത്. ഇത്രയധികം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിരവധി വിഷയങ്ങളുണ്ട്, വിവാദങ്ങളുണ്ട്. അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ കൃത്യമായി പ്രതിപക്ഷവും BJP-യും അടക്കം ഉന്നയിക്കുകയും ആരോപിക്കുകയും അത് പ്രചരണ ആയുധമാക്കുകയും ചെയ്തു. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചാണ് UR പ്രദീപിന്റെ ജയം ഉണ്ടായിരിക്കുന്നത്. അത് 13 റൗണ്ടായിട്ടാണ് ഇത് എണ്ണിയത്. എണ്ണുമ്പോൾ ഓരോ റൗണ്ടിലും കൃത്യമായ മുന്നേറ്റം UR പ്രദീപിനുണ്ടായിരുന്നു. ആകെ ഒരു മുന്നേറ്റക്കുറവ് ഉണ്ടായത് മുള്ളൂർക്കര പഞ്ചായത്തിലാണ്. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ മുന്നേറ്റം UDF-ന് അവിടെ ഉണ്ടായതാണ്. ഏകദേശം 367 വോട്ടിനാണ് അന്ന് ഭൂരിപക്ഷം അവിടെ മുള്ളൂർക്കര പഞ്ചായത്തിൽ ലഭിച്ചത്. ഇത്തവണ അവിടെ ഒരു 567 വോട്ടിന്റെ ഒരു മുന്നേറ്റം രമ്യ ഹരിദാസിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. ആകെ 9 പഞ്ചായത്തുകളിൽ മുള്ളൂർക്കരയിൽ മാത്രമാണ് UDF-ന് അല്പമെങ്കിലും ആശ്വസിക്കാനായത്. ബാക്കിയുള്ള എല്ലായിടത്തും തന്നെ കൃത്യമായ മുന്നേറ്റം UR പ്രദീപിന്റെ ഭാഗത്തുണ്ടായിരുന്നു. UDF-ന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന 4 പഞ്ചായത്തുകളിൽ ഒന്ന് പ്രധാനപ്പെട്ടത് ചേലക്കര തന്നെയായിരുന്നു. അവിടെ മുന്നേറ്റം ഉണ്ടാകും. അത് വിജയത്തിന് വരവൂരും ദേശമംഗലവും വള്ളത്തോൾ നഗറും എണ്ണി വരുമ്പോൾ ഇടതുപക്ഷം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയാലും ചേലക്കരയിൽ വീർക്കും, കൊണ്ടാഴിയിൽ വീർക്കും, മുള്ളൂർക്കരയിലും തിരുവല്ലോമലയിലും വീർത്ത് അങ്ങനെ തങ്ങൾക്ക് അനുകൂലമായ ഒരു സ്ഥിതിയിലേക്ക് ഒരു ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്ന് UDF പ്രതീക്ഷ വെച്ചിരുന്നു. പക്ഷേ ആ 4 പഞ്ചായത്തുകളിൽ ഒരെണ്ണം മാത്രമാണ് UDF-നൊപ്പം നിന്നത്, മുള്ളൂർക്കര മാത്രമാണ്. ബാക്കി എല്ലായിടത്തും വലിയ മികച്ച മുന്നേറ്റം UDF-ന് ഉണ്ടാക്കാനായി നേരത്തെ പറഞ്ഞവരെ അവർക്ക് ഭരണമുള്ള തിരുവല്ലോമല പഞ്ചായത്തിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന കാഴ്ചയെ നമ്മൾ കണ്ടു. എന്തായാലും ഇതൊക്കെ വരും ദിവസങ്ങളിൽ അവരുടെ ചർച്ചകളിലും ഈ പരിശോധനയിലും ഒക്കെ അത് ഉയർന്നു വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 12,000-ലധികം വലിയ ഭൂരിപക്ഷത്തിന് UR പ്രദീപ് ജയിച്ചു കഴിഞ്ഞു. അല്പസമയം മുമ്പ് തന്നെ നമ്മൾ K. രാധാകൃഷ്ണനുമായും UR പ്രദീപുമായും സംസാരിച്ചിരുന്നു. അവർ പറയുന്നൊരു കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങളും ഉന്നയിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഉന്നയിക്കപ്പെട്ടത് K. രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ സജീവമല്ല, UR പ്രദീപിന് പിന്തുണ നൽകുന്നില്ല, അത് സെക്രട്ടേറിയറ്റ് ശാസിക്കുകയും ചെയ്യുന്ന വാർത്തകളൊക്കെ പുറത്തു വരികയും ചെയ്തതാണ്. അതിനെ പൂർണ്ണമായും K. രാധാകൃഷ്ണൻ തള്ളുകയാണ്. ഇത്തരത്തിൽ മാധ്യമങ്ങളിലൂടെ പ്രതിപക്ഷമടക്കം പല ആരോപണങ്ങളും ഉന്നയിച്ചു. അതൊന്നും അടിസ്ഥാനമുള്ളതല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു എന്നാണ് അവർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഇവിടുത്തെ പ്രാദേശിക വികസന പ്രശ്നങ്ങൾ ഊന്നിയായിരുന്നു മറ്റൊരു പ്രചാരണം ഉണ്ടായിരുന്നത്. അത് കുടിവെള്ളമുണ്ട്, റോഡുണ്ട്, അതോടൊപ്പം വന്യമൃഗശല്യമുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതിനെ കൃത്യമായി പ്രചരണത്തിൽ ആയുധമാക്കിയിരുന്നു BJP-യും അതോടൊപ്പം തന്നെ UDF-ഉം. പക്ഷേ അതൊന്നും ഇവിടെ ഏശിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവസാനം ഫലം വരുമ്പോൾ അത് ഇടതുപക്ഷത്തിന്റെ കോട്ടയാണെന്ന് തെളിയിക്കുകയാണ്. ആ വാക്ക് തന്നെയാണ് ഇന്ന് K. രാധാകൃഷ്ണൻ ജയത്തിന് മുമ്പേ തന്നെ, അതായത് ആദ്യ ട്രെൻഡ് വന്നപ്പോൾ തന്നെ അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഈ ചേലക്കര ചെങ്കോട്ടയാണെന്ന് അടക്കമുള്ള പോസ്റ്റുകൾ ഇട്ടിരുന്നു. അത് പലതവണ പ്രചാരണത്തിൽ പറഞ്ഞതാണ്. ഇടത് കോട്ടയാണ്, ഇത് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. അത് ചെങ്കോട്ടയാണ്, ഇടതുപക്ഷത്തിന്റെ ഉറച്ച കോട്ടയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ ഫലം. ലക്ഷ്മി, ഇനി വയനാട് നിന്ന് രതീഷ് വാസുദേവ് കൂടി ചേരുകയാണ്. ബിനിൽ ലീല സാബുവാണ് ചേലക്കരയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.